ഇടുക്കി വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന ദിവസമായ ഏപ്രിൽ 29-നായിരുന്നു വേടൻ്റെ പരിപാടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ 28-ന് വേടൻ അറസ്റ്റിലായി. ഇതോടെ പരിപാടി തന്നെ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പുലിപ്പല്ലി കേസിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തതോടെ പൊതുജനാഭിപ്രായം വേടന് അനുകൂലമായി തിരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ വനം മന്ത്രിയും ഉദ്യോഗസ്ഥരെ പഴിചാരി രംഗത്തെത്തി. പുലിപ്പല്ലി കേസിൽ നടപടികൾ കൃത്യമായി ചെയ്തെന്നും എന്നാൽ വേടൻ്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധം പോലുള്ള പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടാണ് വകുപ്പ് മേധാവി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ പ്രതിയായതിനു പിന്നാലെ ഒഴിവാക്കിയ പരിപാടി വീണ്ടും നടത്താനാണ് തീരുമാനം. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഇടുക്കിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന ദിവസമായ തിങ്കളാഴ്ചയാണ് വേടൻ്റെ സംഗീത പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ വേടന് പിന്തുണയുമായി CPM CPI സംസ്ഥാന സെക്രട്ടറിമാരും രംഗത്തെത്തി. വേടനെ കേരളം സംരക്ഷിക്കുമെന്നും വനം വകുപ്പ് ഇരട്ടത്താപ്പ് വകുപ്പാക്കരുതെന്നും ഇവർ പ്രതികരിക്കുന്നു. റദ്ദാക്കിയ പരിപാടി വീണ്ടും നടത്താൻ തീരുമാനിച്ചതിനോട് പ്രതികരിച്ചുകൊണ്ടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വേടന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. താൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് വേടൻ സമ്മതിക്കുകയും അത് തിരുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ തിരുത്തലിനുള്ള ഇടപെടലായി സർക്കാരിൻ്റെ നടപടിയെ കണ്ടാൽ മതിയെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. വേട്ടയാടാനുള്ള ഒരു നടപടിയും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. വേടന് കേരളത്തിൻ്റെ പരിരക്ഷയും സംരക്ഷണവുമുണ്ട്, ഗോവിന്ദൻ പറഞ്ഞു. വനം വകുപ്പ് ഇരട്ടത്താപ്പിൻ്റെ വകുപ്പാകാൻ പാടില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ പറഞ്ഞത്. വേടൻ സ്വന്തം അനുഭവ ചൂളയിൽ കൈവച്ചുകൊണ്ടായിരിക്കാം പാടിയതും പറഞ്ഞതുമെന്നും വേടൻ്റെ താൻ കേട്ട എല്ലാ പാട്ടുകളിലും മുഴങ്ങുന്നത് ആ ശബ്ദമാണെന്നും ബിനോയ് വിശ്വൻ പറയുന്നു. മലയാളി എന്ന നിലയിൽ തനിക്ക് വേടനോട് ബഹുമാനമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വേടൻ തെറ്റുപറ്റിയത് സമ്മതിച്ചു. സർക്കസ് കാണിച്ചും തെറ്റല്ലെന്ന് സ്ഥാപിച്ചും പലരും വെള്ളപൂശലിന് ശ്രമിക്കുമ്പോൾ വേടൻ പറഞ്ഞത് തനിക്ക് വീഴ്ച പറ്റിയെന്നാണ്. ധീരമായ ആ നിലപാടാണ്, സത്യസന്ധമായ പ്രസ്താവനയാണ് വേടൻ നടത്തിയതെന്നും ബിനോയ് വിശ്വൻ പറഞ്ഞു.